ഒരു പാളിപ്പോയ ഫുഡിൻ്റെ കഥയാണ് കേട്ടോ. ഒരു ലോഡഡ് ഫ്രൈസും ഈ റാമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റം കൂടെ ഞാനും റിയാനും കൂടെ ഓർഡർ ചെയ്ത് കഴിച്ചു കേട്ടോ. ഇതിൻ്റെ ഈ ഒരു പ്ലേറ്റിംഗ് ഒക്കെ കണ്ടിട്ടാണ് റിയാൻ ഈ ആയിട്ട് ഓർഡർ ചെയ്യുന്നത്. അപ്പോഴേ ഞാൻ പറഞ്ഞു ലോഡഡ് ഫ്രൈസ് തന്നെ രണ്ടുപേർക്ക് കഴിക്കാനുണ്ടാവും എന്നൊക്കെ. എന്നിട്ട് അവൻ കേൾക്കാതെ ഓർഡർ ചെയ്തു കേട്ടോ. 240 രൂപ എങ്ങാനായിരുന്നു അതിനുണ്ടായിരുന്നത്. 220. ഓക്കെ. ഈ ഇതിനകത്ത് വന്നിട്ടുള്ള ഈ ഒരു നൂഡിൽസ് ഉപ്പ് വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒഴിച്ചതും, ഈ ചിക്കൻ ആണെങ്കിൽ എയർ ഫ്രയറിലെങ്ങാനും വെച്ചിട്ട് ഇതിന് മുകളിൽ എന്തോ മസാല എങ്ങാനും തൂക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആകെ കഴിക്കാൻ പറ്റിയിട്ടുള്ളത് 2 പീസായിട്ട് വെട്ടി വെച്ചിട്ടുള്ള എഗ്ഗാണ്. അത് അവൻ പെട്ടെന്ന് തന്നെ കഴിച്ചു. പിന്നെ അവന് ഒരു കണക്കിന് കഴിക്കാൻ പറ്റാണ്ട് അവൻ എൻ്റെ ഐറ്റത്തിലേക്ക് കയറി വന്നു കേട്ടോ. ലോഡർ ഫ്രൈസ് ഞങ്ങൾ പെട്ടെന്ന് കാലിയാക്കി. എന്താണെന്നറിയില്ല, അവർ നമ്മൾ പിന്നീട് ചോദിച്ചപ്പോൾ ജാപ്പനീസ് ഐറ്റാണ്. നമുക്കൊരു കണക്കിനും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ആരെങ്കിലും ഇതിന് മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാനിട്ടാണോ എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഞാൻ ഒരുവിധം ഫുഡൊക്കെ ട്രൈ ചെയ്യാറുണ്ട്, എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇതെനിക്ക് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. ആർക്കെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പേരാമ്പ്ര ബൈപ്പാസിൽ കഫിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്നാണ് കേട്ടോ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലോഡർ ഫ്രൈസും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊള്ളാം. നമ്മളെപ്പോഴും അവിടുന്ന് ചായക്ക് കുടിക്കുന്നതാണ്. നിങ്ങൾ വേണം ട്രൈ ചെയ്ത് നിങ്ങൾ പൈസ പോവും. ഇറ്റ്സ് മീ റിയാൻ. ഓക്കെ ബൈ.